ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ബാക്ക് ടു ചാനൽ. പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. സോ ഇഫ് യു ആർ എ ന്യൂ വ്യൂവർ, പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ കുറച്ച് വേർഡ്സ്, അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്സ് അതുപോലെ തന്നെ മലയാളം മീനിങ്സും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. നമ്മൾ അതിനൊക്കെ അത്യാവശ്യം വേണ്ടത് എന്താണ്? വേർഡ്സാണ് അല്ലേ? വേർഡ്സ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? സെൻറ്റൻസിലേക്ക് മാറ്റാൻ കഴിയില്ല. അപ്പം വേർഡ്സ് പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാനിപ്പോൾ ഒരുപാട് വേർഡ്സ് ഒരൊറ്റയടിക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും, ഇതൊന്നും പഠിക്കാനും കഴിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ കുറച്ച് ഒരു 10 വേർഡ്സേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആ വേർഡ്സും അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് അതുപോലെ തന്നെ മലയാളം മീനിങ്ങും കൂടി നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. സെൻറ്റൻസും കൂടി ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അപ്പം നോക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർഡും കിട്ടില്ല, അതിൻ്റെ മീനിങ്ങും കിട്ടില്ല, സെൻറ്റൻസ് ആയിട്ട് പറയാനും കഴിയില്ല. എല്ലാം കൂടി നമ്മൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുകൊണ്ട് വളരെ കുറഞ്ഞ വേർഡ്സേ ഉള്ളൂ അതിൻ്റെ മീനിങ്ങും. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ കുറഞ്ഞ വേർഡ്സ് സിമ്പിളായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ദ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അക്കംപ്ലിഷ്. എന്താണ് അക്കംപ്ലിഷ്? എൻ്റെ കൂടെ തന്നെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രൊനൗൺസിയേഷനും കിട്ടും, വേർഡിൻ്റെ മീനിങ്ങും കിട്ടും. അത് വളരെ സിമ്പിളായിട്ട് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. അക്കംപ്ലിഷ്. അക്കംപ്ലിഷ് മീൻസ് എന്താണ്? കംപ്ലീറ്റ് സക്സസ്ഫുള്ളി. അക്കംപ്ലിഷ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ആണ് എന്ത്? കംപ്ലീറ്റ് സക്സസ്ഫുള്ളി. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ അതിൻ്റെ അർത്ഥം വിജയകരമായി പൂർത്തിയാക്കുക. വിജയകരമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ അക്കംപ്ലിഷ് എന്നുള്ളതിൻ്റെ മീനിങ്. ഇംഗ്ലീഷ് മീനിങ് എന്താണ്? കംപ്ലീറ്റ് സക്സസ്ഫുള്ളി. കംപ്ലീറ്റ് സക്സസ്ഫുള്ളി. റിപ്പീറ്റ് ചെയ്ത് പറയുക, കംപ്ലീറ്റ് സക്സസ്ഫുള്ളി. ആ വേർഡും അതിൻ്റെ മീനിങ്ങും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അഫോർഡബിൾ. എന്താണ്? അഫോർഡബിൾ. അഫോർഡബിൾ. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യായമായിട്ട് വിലയുള്ളത്, അതായത് സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വിലയുള്ളത് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ന്യായമായി വിലയുള്ളത്, ന്യായവില എന്നൊക്കെ പറയാം. അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണ്? റീസണബിളി പ്രൈസ്ഡ്. റീസണബിളി പ്രൈസ്ഡ്. വേർഡ് എന്താണ്? അഫോർഡബിൾ. അഫോർഡബിൾ മീനിങ് റീസണബിളി പ്രൈസ്ഡ്, അതായത് ന്യായമായി വിലയുള്ളത്. ഇനി തേർഡ് വേർഡ് എന്ന് പറയുന്നത് ബിസൈഡ്. ബിസൈഡ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ടു. നെക്സ്റ്റ് ടു എന്നൊക്കെ പറയാം. എന്താണ്? നെക്സ്റ്റ് ടു അല്ലെങ്കിൽ അറ്റ് ദ സൈഡ്. അറ്റ് ദ സൈഡ് എന്നൊക്കെ പറയാം. ബിസൈഡ് മീൻസ് അറ്റ് ദ സൈഡ് ഓർ നെക്സ്റ്റ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ അരികിൽ അല്ലെങ്കിൽ അടുത്ത് എന്നൊക്കെ പറയാം അല്ലേ? ബിസൈഡ്. വേർഡ് എന്താണ്? ബിസൈഡ്. ബിസൈഡിൻ്റെ മീനിങ് എന്താണ്? നെക്സ്റ്റ് ടു, അറ്റ് ദ സൈഡ് എന്നൊക്കെ പറയാം. അതിന് മലയാളം മീനിങ് ആണ് എന്ത്? അരികിൽ അല്ലെങ്കിൽ അടുത്ത് എന്നൊക്കെ പറയാം. അടുത്ത വേർഡ് എന്ന് പറയുന്നത് കൺക്ലൂഷൻ. എന്താണ് കൺക്ലൂഷൻ? നമ്മൾ സെമിനാറൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിബേറ്റ്സ് ഒക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? കൺക്ലൂഷനാണ്. എന്താണ് കൺക്ലൂഷൻ? അല്ലെങ്കിൽ നമ്മളൊരു ലെറ്റർ എഴുതുന്ന സമയത്ത് അതിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് കൺക്ലൂഷനാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അവസാന ഭാഗം എന്ന് പറഞ്ഞപ്പോൾ. എന്താണ്? ദ എൻഡ്. ദ എൻഡ്. കൺക്ലൂഷൻ മീൻസ് ദ എൻഡ്, അവസാനം അല്ലെങ്കിൽ ഉപസംഹാരം എന്ന് പറയാം. ഉപസംഹാരം. കൺക്ലൂഷൻ മീൻസ് ദ എൻഡ് ഓർ മലയാളത്തിൽ നമുക്ക് എങ്ങനെ പറയാം? ഉപസംഹാരം. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് കോൺഫറൻസ്. കോൺഫറൻസ്. എന്താണ് കോൺഫറൻസ്? കോൺഫറൻസ് നമ്മൾ പാർട്ടീൻ്റെ പരിപാടികൾക്കൊക്കെ പലപ്പോഴും കേൾക്കാം. രാഷ്ട്രീയ പാർട്ടീൻ്റെ ഈ പരിപാടികൾക്കൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. കോൺഫറൻസ്. എന്താണ് കോൺഫറൻസ്? എ മീറ്റിംഗ് for discussion. A meeting for discussion. A formal meeting. അതായത് അതിന് മലയാളത്തിൽ നമ്മളെങ്ങനെ പറയാം? സമ്മേളനം എന്നൊക്കെ പറയാം അല്ലേ? സമ്മേളനം. എന്താണ്? കോൺഫറൻസ്. എ ഫോർമൽ മീറ്റിംഗ് ഫോർ ഡിസ്കഷൻ. എ ഫോർമൽ മീറ്റിംഗ് ഫോർ ഡിസ്കഷൻ. അതാണ് എന്ത്? സമ്മേളനം. കോൺഫറൻസ്. നെക്സ്റ്റ് വേർഡാണ് ഡിലീറ്റ്. നമുക്കൊക്കെ സുപരിചിതമായിരിക്കും. എന്താണ്? ഡിലീറ്റ്. നമ്മൾ ഫോണിൽ തന്നെ ഏത് സമയവും പറയുന്ന ഒരു വേർഡാണ് എന്ത്? ഡിലീറ്റ്. എന്താണ് ഡിലീറ്റ്? ഡിലീറ്റ് മീൻസ് റിമൂവ്. റിമൂവ്, ഒഴിവാക്കുക. ഡിലീറ്റ്.
എന്താണ്? ഡിലീറ്റ് മീൻസ് റിമൂവ്. റിമൂവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വേർഡുകളാണ്. എന്നാലും പുതിയതായിട്ടുള്ളവർക്ക്, തുടക്കക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള വേർഡ്സ് ആയിരിക്കാം. അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വേർഡും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അറിയുന്നവർ ഒന്ന് ക്ഷമിച്ചേക്കുക. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഫാബുലസ്. ഫാബുലസ്, ഫാബുലസ്. നല്ല ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ഫാബുലസ്, ഫാബുലസ്. എന്താണ് ഈ ഫാബുലസിൻ്റെ മീനിങ്? എന്തായിരിക്കും? എക്സ്ട്രാ ഓർഡിനറി, എക്സ്ട്രാ ഓർഡിനറി. ഫാബുലസ് മീൻസ് എക്സ്ട്രാ ഓർഡിനറി, അതായത് അസാമാന്യമായ എന്നൊക്കെ പറയാം. എക്സ്ട്രാ ഓർഡിനറി, ഫാബുലസ്. ഈ ഫാബുലസുമായിട്ട് സിമിലർ ആയിട്ടുള്ള വേറൊരു വേർഡാണ് എന്ത്? ജോർജിയസ്. ജോർജിയസ്. നമ്മൾ ഇതുപോലെ പെർഫോമൻസിനൊക്കെ നമ്മൾ അഭിനന്ദിക്കുന്ന രീതിയിൽ പറയാറുണ്ട്. വൗ, ഇറ്റ്സ് ജോർജിയസ്. എന്താണ് ജോർജിയസ്? മീൻസ് അട്രാക്റ്റീവ്. ജോർജിയസ് മീൻസ് വെരി അട്രാക്റ്റീവ്. ജോർജിയസ് മീൻസ് വെരി അട്രാക്റ്റീവ്. ആകർഷിക്കുന്ന രീതിയിലുള്ളത്, ആകർഷണീയമായത് എന്നൊക്കെ മലയാളത്തിൽ അർത്ഥം വരുന്നുണ്ട്. ജോർജിയസ് മീൻസ് വെരി അട്രാക്റ്റീവ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ. ഇൻവിസിബിൾ. വിസിബിൾ എന്തായെന്ന് നമുക്കറിയാം അല്ലേ? വിസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ വി ക്യാൻ സീ ദാറ്റ്, ദൃശ്യമായത് എന്നൊക്കെ പറയാം. എന്നാൽ ഇവിടെ ഇൻവിസിബിൾ. എന്താണ് ഇൻവിസിബിൾ? ഇൻവിസിബിൾ മീൻസ് അണേബിൾ ടു സീ. ഇൻവിസിബിൾ മീൻസ് അണേബിൾ ടു സീ. അണേബിൾ ടു സീ, അതായത് അദൃശ്യമായത്. ഇൻവിസിബിൾ മീൻസ് അണേബിൾ ടു സീ, അദൃശ്യമായത്. ലാസ്റ്റ് വേർഡ് ജോളി. ജോളി നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. സിമ്പിൾ വേർഡാണ് ജോളി. എന്താണ് ജോളി എന്ന് പറഞ്ഞാൽ? ഹാപ്പി ആൻഡ് ചിയർഫുൾ എന്നൊക്കെ പറയാം അല്ലേ? ഹാപ്പി, സന്തോഷം, അല്ലെങ്കിൽ ചിയർഫുൾ എന്നൊക്കെ പറയാം. അതായത് ആഹ്ലാദകരമായതിനെയൊക്കെ നമ്മൾ എന്ത് പറയാം? ജോളി. സോ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്ങും മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന സെൻറ്റൻസുകളിലൊക്കെ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമുക്ക് കുട്ടികളോട് പലപ്പോഴും പറയേണ്ടതായിട്ട് വരുന്ന ചില വേർഡ്സുകൾ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരാളും മടി കാണിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുപോലെ തന്നെ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.